ഹായ്, ഞാൻ ഇന്ന് ഒരു കാര്യം സന്തോഷത്തോടു കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാനൊരു 4 മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ചാനൽ തുറക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് എൻ്റെ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ സന്തോഷങ്ങൾ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഞാൻ എന്ന അവരുടെ പാരന്റിനെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഓർമ്മ തങ്ങി നിർത്തുക എന്നുള്ളതായിരുന്നു ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ കരുതിയിരുന്നത്. പക്ഷെ യാദർച്ഛികമായിട്ടാണെങ്കിലും ഈ ഒരു യൂട്യൂബിൽ എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് അംഗീകാരങ്ങളും എനിക്ക് ഈ ഒരു സമൂഹത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാനലിന്റെ പേര് വഴി ഞാൻ ഫേമസ് ആയി. എന്നെ ഒരു 1000 പേരെങ്കിലും അറിയുന്ന ഒരു അവസ്ഥയിൽ എൻ്റെ ചാനൽ വളർന്നു എന്നുള്ളതാണ്. വെറും 4 മാസം കൊണ്ടാണ്. ആരുടെയും സഹായത്തോടു കൂടിയല്ല, ആരുടെയും പ്രൊമോഷനോട് കൂടിയല്ല ഞാൻ എൻ്റെ ചാനൽ വളർത്തിയിരുന്നത്. എൻ്റെ ചാനൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരാളോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്നോ പ്രൊമോട്ട് ചെയ്യണമെന്നോ ഒന്നും ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. എന്റെ നിലപാടുകളെ സ്വീകരിക്കുക, എന്റെ വ്യക്തിത്വത്തെ സ്വീകരിക്കുന്നവർ എന്നെ സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു അജണ്ട. പക്ഷെ എന്തുകൊണ്ടോ അത് സാധിച്ചു എന്നുള്ളതാണ്. അത് ജനങ്ങളുടെ മുമ്പിൽ സാധിച്ചു എന്ന് മാത്രമല്ല, യൂട്യൂബ് മീഡിയയ്ക്ക് മുമ്പിൽ തന്നെ അത് സാധിച്ചു എന്നുള്ളതാണ്. അതായത് വളരെ കുറഞ്ഞ സബും വളരെ കുറഞ്ഞ വ്യൂവേഴ്സും എന്നെ എല്ലാവരും ആക്ഷേപിച്ചിരുന്നത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഇവർ വിമർശനങ്ങൾ രേഖപ്പെടുത്തുന്നത്, ചില വ്യക്തികളുടെ പേരിൽ വിമർശനങ്ങൾ രേഖപ്പെടുത്തുന്നത് ഇവർക്ക് ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇവർക്ക് യൂട്യൂബിൽ നിന്നും ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആരും വിശ്വസിക്കില്ല, ഞാൻ ഈ യൂട്യൂബ് മീഡിയ തുറക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല ഇതിൽ നിന്നും എനിക്ക് 1 രൂപയെങ്കിലും കിട്ടും, ഈ 1 രൂപ കൊണ്ട് ഞാൻ എൻ്റെ മക്കളെ പോറ്റേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. അത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. പക്ഷെ ഈ യൂട്യൂബ് വഴി തന്നെ എനിക്കൊരു സുഹൃത്തിനെ കിട്ടുകയും ആ സുഹൃത്ത് എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ചാനലിൽ പരസ്യം കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഇൻകം ഇല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ വൈറ്റനിങ് സ്റ്റുഡിയോ ഓൺ ആക്കുന്നതും അതിൽ എനിക്ക് $85 കയറിയിരിക്കുന്നത് ഞാൻ കാണുന്നത്. പക്ഷെ ഇതിലൊന്നും തന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ഈ ബീൻ ഫാമിലി എന്ന് പറയുന്ന ഈ ഒരു ചാനല് ഞാനൊരു 2 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു, കൊറോണയുടെ ഒക്കെ ഒരു സമയത്ത് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനലായിട്ട് തുറന്നതായിരുന്നു ഈ ഒരു ചാനൽ. പക്ഷെ സ്കൂള് തുറന്നതിന് ശേഷം അതിന്റെ ആവശ്യമില്ല എന്ന് കണ്ടുകൊണ്ട് ആ ഒരു ചാനൽ അങ്ങനെ അങ്ങ് ഡെഡായി പോയ ഒരു ചാനലായിരുന്നു. അതിൽ അങ്ങനെ ഒരു മോണിറ്റൈസേഷനോ അങ്ങനത്തെ സിസ്റ്റം ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ തന്നെ 2-3 വർഷമായെന്ന് തോന്നുന്നു അല്ലെ, കൊറോണയുടെ സമയം. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് കമ്പ്യൂട്ടർ ഉള്ളത് കൊണ്ട് തന്നെ ഈ കമ്പ്യൂട്ടർ നമ്മൾ രാവിലെ തുറന്ന് ഈ ഒരു യൂട്യൂബ് ചാനൽ തുറക്കുമ്പോൾ തന്നെ അതിന്റെ മുകളിൽ ഇങ്ങനെ ഫോം ഫില്ല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഫോമും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ ഫില്ല് ചെയ്ത് ഇട്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു സുഹൃത്ത് ഇപ്പോ പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും ഇതിൽ ഡോളർ കയറുന്നതും ഒക്കെ ഞാൻ മനസ്സിലാക്കിയത്. പിന്നീട് അദ്ദേഹം തന്നെ മറ്റൊരാളിനെ കോണ്ടാക്ട് ചെയ്ത് തന്ന് എന്റെ ചാനൽ ആക്റ്റീവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടും അതിൽ ചെയ്ത് തീരാത്ത കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഫില്ല് ചെയ്ത് കറക്റ്റ് ചെയ്യുകയും എനിക്ക് ഈ ചാനലിൽ നിന്നും ഒരു ഇൻകം കിട്ടുകയും ചെയ്തത്. അതിലെനിക്ക് ആ സുഹൃത്തിനോടും നന്ദിയുണ്ട്. എനിക്കിതിന് സഹായിച്ചു തന്ന ഒരു മോനുണ്ട്, ആദി. അവന്റെ ഒറിജിനൽ പേരെന്താണ് മറന്നുപോയി, ആദി എന്നെന്തോ ആണ്. അപ്പൊ അവനോടും എനിക്ക് നന്ദിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനല് റീച്ചില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരോട്, റീച്ചില്ല എന്നുള്ളതല്ല വിഷയം, നമുക്ക് അത് ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ചാനൽ കൊണ്ട് നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ആ ഒരു ബെനിഫിറ്റ് ഞാൻ നേടിയെടുത്തിരിക്കുന്നു. അപ്പോൾ എൻ്റെ ലൈഫ്, എൻ്റെ ജേണി, ഈ ഒരു മീഡിയയിലൂടെയുള്ള എൻ്റെ ജേണി എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആണ് എന്നുള്ളതാണ്. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ ഒരാളിനെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ പൊതു സമൂഹത്തിൽ ഒരുപാട് തവണ അപമാനിതയായി നിൽക്കേണ്ടുന്ന ഒരവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, എന്നെ പ്രസവിച്ച എൻ്റെ മാതാവും എന്നെ സൃഷ്ടിച്ച എൻ്റെ പിതാവും എനിക്ക് ഒരു മനുഷ്യനായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്ന എൻ്റെ ഭർത്താവും എൻ്റെ വയറ്റിൽ പിറന്നു പോയി എന്ന ഒരൊറ്റ കുറ്റം കൊണ്ട് എൻ്റെ മക്കളും തെറ്റുകാരായി മാറിയതും ഇതേ ഒരു മീഡിയയിൽ തന്നെയാണ്. പക്ഷെ നമ്മളെ ആര് അപമാനിച്ചാലും നമ്മുടെ ഭാഗത്തൊരു ശരിയുണ്ടെങ്കിൽ
നമ്മളെ താങ്ങി നിർത്തുന്നവനും നമ്മളെ ഉയർത്തി നിർത്തുന്നവനും നമ്മുടെ സൃഷ്ടാവാണ് എന്നുകൂടി തെളിയിക്കുന്നുണ്ട് എൻ്റെ ഈ ഒരു ഇൻകം എന്ന് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ പല ആൾക്കാരും പറയുമായിരിക്കും പച്ച ഇറച്ചി തിന്നിട്ടല്ലേ നിങ്ങൾ ഈ ഒരു ഇൻകം ഉണ്ടാക്കിയത് എന്ന്. പക്ഷെ എന്റെ മനസാക്ഷിക്ക് ഞാൻ സത്യത്തിന്റെ കൂടെ നിന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയത് എന്ന് ഞാൻ പറയും. ആ സത്യത്തെ മുറുകെ പിടിക്കുന്നത് കൊണ്ട്, ആ സത്യത്തെ മുറുകെ പിടിച്ചപ്പോൾ എനിക്ക് അള്ളാഹു തന്നതാണ്, എനിക്ക് എന്റെ സൃഷ്ടാവ് തന്നതാണ് ഈ ഒരു അംഗീകാരം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ പോലും അറിയാതെ എനിക്ക് സ്നേഹതീരം എന്നൊരു സുഹൃത്ത് എനിക്കൊരു ഫോണ് അയച്ചു തന്നു. ഞാൻ ആവശ്യപ്പെട്ടതല്ല, അദ്ദേഹം എനിക്ക് ഫോണ് ഓഫർ ചെയ്ത സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഒറ്റ കാര്യമാണ്, എനിക്കത് ആവശ്യമില്ല, എനിക്ക് വേണ്ട, ഞാനത് സ്വീകരിക്കില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഇഷ്ടം കൊണ്ട് എനിക്കത് അയച്ചു തന്നു. അയച്ചു തന്നപ്പോൾ ഞാൻ പിന്നെ അത് വേണ്ട എന്ന് പറഞ്ഞില്ല. അതുപോലെ തന്നെ എൻ്റെ ഐഷമോള് ആ ഒരു ഇഷ്ടത്തിന്റെ പേരിലാണ് എനിക്ക് ആ ഡ്രസ്സുകളൊക്കെ അയച്ചു തന്നത്. പക്ഷെ ആ ഡ്രസ്സ് മാത്രമല്ല, പിന്നീട് എനിക്കൊരു ഗിഫ്റ്റ് കൂടി അവള് അയച്ചു. അതൊരു പാർട്ടി വിയർ പോലത്തെ ഒരു ചുരിദാറാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അവൾ അയച്ചു തന്ന മറ്റു ഡ്രസ്സുകളും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ നൈറ്റി ഇതെനിക്ക് അവൾ അയച്ചു തന്നതാണ്. ഈ ഷോൾ എനിക്കൊരു ചുരിദാറിന്റെ കൂടെ അയച്ചതാണ്, 4 ഷോള്. അതൊക്കെ ഭയങ്കര നല്ല ഗിഫ്റ്റുകളായിരുന്നു. അങ്ങനെയുള്ള അംഗീകാരങ്ങളും നമ്മൾ നമ്മുടെ ആവശ്യം നമ്മുടെ റബ്ബിനോടാണ് പറയേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടാവിനോടാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ പോലും അറിയാതെ നമ്മളെ ആവശ്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് റബ്ബ് അത് നമുക്ക് എത്തിച്ചു തരും. ഇത്തവണ എന്റെ മക്കൾക്ക് ഞാൻ ഡ്രസ്സ് എടുക്കണ്ടെന്ന് കരുതിയതാണ്. പക്ഷെ ഐഷ എനിക്ക് ആ ഒരു ഡ്രസ്സ് എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോ നിർബന്ധിതയായിരിക്കുകയാണ് എന്റെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കണം. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ എങ്ങനെ ഡ്രസ്സ് എടുക്കും? എനിക്ക് അതിനുള്ള ഈ 6 മക്കൾക്ക് ഒന്നിച്ച് ഡ്രസ്സ് എടുക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും എനിക്കില്ല. എനിക്കിതാ യൂട്യൂബ് വഴി എന്റെ വരുമാനം തന്നെ എനിക്ക് റബ്ബ് തന്നിരിക്കുകയാണ്. വലിയ വരുമാനമൊന്നുമല്ല, ചെറിയൊരു വരുമാനമാണെങ്കിലും അതും എനിക്ക് ഇപ്പോ എന്റെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ, എന്റെ 6 മക്കൾക്കും ഡ്രസ്സ് എടുക്കാനുള്ള ക്യാഷ് അതുവഴി തന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സൃഷ്ടാവ് ഏത് രീതിയിലായാലും നമുക്ക് തരും. നമ്മൾ യാചിക്കേണ്ടത് ആരോടാണ്? നമ്മുടെ സൃഷ്ടാവിനോടാണ്. മറ്റുള്ളവന്റെ വിയർപ്പ് അന്വേഷിക്കാതെ, മറ്റുള്ളവന്റെ വിയർപ്പ് തട്ടിയെടുക്കാതെ നമ്മൾ കൊടുക്കുന്നവരായി മാറുമ്പോൾ നമുക്കത് ഏത് രീതിയിലും തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ സൃഷ്ടാവിൽ നിന്നും അത് തിരിച്ചു കിട്ടും. ഞാൻ മുമ്പ് കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അവിടെ ടീച്ചർമാര് പറഞ്ഞു പഠിപ്പിച്ചതാണ്, അതായത് നമ്മൾ കൊടുക്കുന്നവരാകുക. അപ്പൊ കൊടുക്കുമ്പോൾ നമുക്കതിൽ ഇടിച്ചമർത്തി കുലുക്കി നമുക്കത് ദൈവം തിരിച്ചു തരും എന്ന്. അത് എന്റെ ജീവിതത്തിൽ സത്യമാണ് കേട്ടോ. എന്റെ ഭർത്താവ് ഒരു ദാനധർമ്മിയായിരുന്നു. പക്ഷെ എന്റെ ഭർത്താവ് വീണു പോയ ആ ഒരു സമയത്ത്, ആ സമയം മുതൽ ഇന്ന് വരെയും ഞാൻ ഒരു ബുദ്ധിമുട്ടും അറിയാതെ ജീവിക്കുന്നു എങ്കിൽ അത് എന്റെ ദൈവം എനിക്ക് തന്നിട്ടുള്ള ദാനം തന്നെയാണ്. അങ്ങനെ എനിക്ക് ആരോടും യാചിക്കാതെ എനിക്ക് ഇങ്ങനെ ഇത്രയും 8 മക്കളെ എനിക്ക് പോറ്റാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹം തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, നമ്മൾ നമ്മുടെ ഇല്ലായ്മകളെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നിടത്ത് നമുക്ക് നമ്മുടെ സൃഷ്ടാവ് തരും. മറ്റുള്ളവന്റെ അന്നത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കാതെ, മറ്റുള്ളവന്റെ വിയർപ്പ് തട്ടിയെടുക്കാതെ നമ്മൾ സ്വയമേ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നമ്മുടെ സൃഷ്ടാവ് നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുന്നവരുടെ മുമ്പിൽ നമ്മുടെ സൃഷ്ടാവ് നമ്മളെ ഉയർത്തും. അത് എന്റെ ഈ ഒരു വരുമാനം പോലും അതിന് സാക്ഷിയാണ്. എന്നെ ആക്ഷേപിച്ചവർക്ക് മുമ്പിൽ, റീച്ച് ഇല്ലാത്ത ചാനൽ എന്ന് പറഞ്ഞ് എന്നെ ആക്ഷേപിച്ചവർക്ക് മുമ്പിൽ എന്റെ റബ്ബ് അവർക്ക് പോലും കൊടുക്കാത്ത ഒരു വലിയ അനുഗ്രഹം എനിക്കിപ്പോ തന്നിരിക്കുകയാണ്. വളരെ ചെറിയ സബ്സ്ക്രൈബേഴ്സും വളരെ ചെറിയ വ്യൂവേഴ്സും ഉള്ള എന്റെ ചാനലിലൂടെ എന്റെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാനുള്ള ഒരു സാലറി എനിക്ക് എന്റെ കഠിനാധ്വാനത്തിലൂടെ എനിക്ക് കിട്ടി എന്നുള്ളത് ഞാൻ ഭയങ്കര സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഇവിടെ പറയുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി.